ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയോട് സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, എന്തായാലും അത് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നൊക്കെ പറയണം. അപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ് കേട്ടോ, പേടിയാവാണ്. ഇനി ഗജാനന്ദനാണോ ഇത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്ന അറിയില്ലല്ലോ. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിക്കും, നാളെ തുടങ്ങി ഞാൻ അതിൻ്റെ പിന്നിൽ കൂടിയാണെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് സങ്കടമാവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒരു പ്രശ്നം ഇതിൻ്റെ പേര് സച്ചി ഉണ്ടാക്കുന്നത് രേവതിക്ക് ഉറപ്പായി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്തായാലും കഴിഞ്ഞു പോയില്ലേ, നിങ്ങൾ കിടന്നുറങ്ങുക, എന്തായാലും ആകെ ടയേർഡായിട്ടിരിക്കല്ലേ, കിടക്കാൻ നോക്കാൻ പറയട്ടെ. അങ്ങനെ സച്ചി കിടക്കൂട്ടോ. സച്ചി കിടന്നിട്ട് പിന്നെ എഴുന്നേൽക്കാണ് ചാടിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം, അവനെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കൊല്ലും, അങ്ങനെയൊക്കെ പറയാനിട്ടിരുന്നിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്. രേവതി ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഗജാനന്ദനെ സച്ചിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അയാളെ കൊല്ലും, എന്നിട്ട് സച്ചി ജയിലിൽ പോകും. അതാണ് നമ്മുടെ രേവതിയുടെ മനസ്സിൽ കേട്ടോ. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് രേവതി പറയുന്നുണ്ട്, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിരിക്കേണ്ട, കിടന്നുറങ്ങാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാമ ചന്ദ്രനെ വെയിറ്റ് ചെയ്തിട്ട് അയൊരു പലിശക്കാരൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചന്ദ്ര ഓട്ടോയിൽ വന്ന് ഇറങ്ങാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നീ എത്ര നേരമായി എന്നോട് വരാൻ പറഞ്ഞു, ഞാനിവിടെ പോസ്റ്റായി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ പോസ്റ്റുമെന്ന് കറണ്ടൊന്നും ആരും ഉരുക്കൊണ്ടു പോയില്ലല്ലോ, ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ അവൾക്ക് പറ്റൂല. ആട്ടെ നീ എന്തിനാണ് വരാൻ പറഞ്ഞതെന്നൊക്കെ ഭാമ ചോദിക്കുകയാണ്. എനിക്കിവിടെ നിന്ന് കുറച്ചും കൂടെ പൈസ ഒക്കെ വാങ്ങണം എന്ന് പറയുമ്പോൾ, എന്തിനാണ് പൈസ ഒക്കെ വാങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ശ്രുതിയുടെ കല്യാണത്തിന് വെച്ച ആ 2 ലക്ഷം രൂപയില്ലേ, അടിമപ്പണി ചെയ്ത് കിട്ടിയ 2 ലക്ഷം രൂപ സച്ചി കൊണ്ടുപോയി. ഇനിയിപ്പോൾ ശ്രുതിക്ക് സ്വർണ്ണവും സാരിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ വാങ്ങുന്നേ വേണമെന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, എടി അതൊക്കെ വേണോ, ഇതൊക്കെ അടച്ചു തീർക്കണ്ടേന്ന് പറയുമ്പോൾ, അതിനൊക്കെ വഴിയുണ്ടടി, ഞാൻ മണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നീയും വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ മണ്ടിയല്ല, ബുദ്ധിമതിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രുതിയുടെ അച്ഛനായിട്ടുള്ള ഒരു പിണക്കം മാറ്റും, ഞാനും ശ്രുതിയും കൂടിയിട്ട് മലേഷ്യയിലേക്ക് പോകും. അതിന് ശേഷം ആ സ്വത്തുക്കളൊക്കെ എൻ്റെ ശ്രുതിക്ക് കിട്ടൂലേ, ശ്രുതിക്ക് സ്വത്തുക്കൾ കിട്ടിയാൽ ആർക്കാ, അതെൻ്റെ ശ്രുതിക്കുള്ളതല്ലേ, ആ സ്വത്ത് വെച്ചിട്ടാണ് ഇനി എനിക്കൊരു കളി കളിക്കാനായിട്ട്. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ ഇതൊക്കെ അടിച്ചു വിട്ടൂലേ, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഈ പൈസ എന്തായാലും ഇപ്പോൾ വീട്ടിലിരിക്കുന്നില്ല, എല്ലാത്തിനും കാരണം അവളാണ്, ആ രേവതി പൂക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റം പറയാണ് രേവതിന്. ഇനിയിപ്പോൾ അതും കൂടെ ആ പാവത്തിൻ്റെ തലയിലേക്ക് കിട്ടുമെന്ന് ഭാമ പറയുന്നുണ്ട്. അതെ, അവൾ തന്നെയാണ് ഇതിന് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയാണ്. അവൾ മടുത്ത് ഈ ജീവിതം മടുത്ത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയും. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് ആകെ ഒരു മരുമകൾ മതി, ശ്രുതി മാത്രം, അതല്ലാതെ അവളെ എനിക്കിനി മരുമകളായിട്ട് വേണ്ട എന്ന് പറയാണ്. എന്തായാലും അവൾ മനസ്സും അടുത്ത് അവിടെ നിന്ന് പൊക്കോളും എന്ന് പറയും. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, മരുമക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള അമ്മായിമ്മമാരെ ഏറ്റവും വലിയ അടവ് തന്നെയാണ് ഇത്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, അവൾക്ക് മനസ്സും അടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അവൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഫീൽ ആവുന്നുണ്ടെന്നൊക്കെ പറയും. എന്തായാലും നീ വായോ, നമുക്ക് പൈസ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ആധാരം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അതിന് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഒക്കെ ഇവിടെ ഇരിപ്പില്ലേ എന്ന് ചോദിക്കും. ലക്ഷങ്ങളും വില മതിക്കുന്ന വീടാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ അതിൽ ഒരു 5 ലക്ഷം രൂപയും കൂടെ എനിക്ക് കൂട്ടിത്തരാമെന്ന് പറയാണ്. അപ്പോൾ ആളൊന്നും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ശരി കൂട്ടിത്തരാം, 5 ലക്ഷം രൂപ തരാമെന്ന് പറയും. ചന്ദ്രയ്ക്ക് സന്തോഷമാവണ്ട, പക്ഷെ ഭാമര മുഖം വല്ലാതെ മങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് വേണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ല ഭാമയെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ലക്ഷങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് കറക്റ്റായിട്ട് അടച്ചു തീർക്കണം കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അടച്ചു തീർക്കാനുള്ള വഴിയേ കല്യാണം കഴിഞ്ഞാൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ 5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്രനോട് ഒപ്പിടാൻ പറയുമ്പോൾ ചന്ദ്രൻ ഒപ്പിടും. അതിനുശേഷം ഭാമനോട് ഒപ്പിടാൻ പറയുമ്പോൾ ഭാമ പറയും, അതല്ല, ഞാൻ കഴിഞ്ഞ തവണ ഒപ്പിട്ടതല്ലേ, അത് കഴിഞ്ഞ തവണ പൈസ വാങ്ങിയത്, ഇത് ഇത്തവണ പൈസ വാങ്ങുന്നതെന്ന് അയാൾ പറയും. അതിനെ ഭാമ ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ, ജാമ്യം നിൽക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോട് കൂടിയിട്ട് അയപ്പോൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പൈസ അങ്ങനെ കൊടുക്കാന്ന് കേട്ടോ. 5 ലക്ഷം രൂപ വേഗം ഭാമ സന്തോഷത്തോട് കൂടിയിട്ട് പറക്കി ബാഗിൽ വെക്കുകയാണ്. എന്നിട്ട് ശരി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ താങ്ക്സ് പറയും കേട്ടോ. താങ്ക്സ് പറയുമ്പോൾ പറയുന്നുണ്ട്, താങ്ക്സ് ഒന്നും വേണ്ട, പലിശയൊക്കെ നന്നായിട്ട് അടച്ച് തീർത്ത് വേഗം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ഭാമയും ചന്ദ്രയും കൂടിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതേ സമയത്ത് തന്നെയാണ് സച്ചി അവിടേക്ക് കയറി വരുന്നത്.
പക്ഷേ സച്ചിൻ ചന്ദ്രൻ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. കാരണം സച്ചി ലിഫ്റ്റിലാണ് പോകുന്നത്, ഇവർ കോണി ഇറങ്ങിയിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ കണ്ടുമുട്ടില്ല. പക്ഷേ ചന്ദ്ര വെച്ച ആധാരം അവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സച്ചി വന്നിട്ട് അതെടുക്കും പലിശക്കാരുടെ അടുത്ത് നിന്ന്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് പുതിയ ആധാരമാണല്ലോ, ഇപ്പം ആരോ വെച്ച് പോയതാണല്ലോ ഉണ്ടല്ലേ, ലക്ഷങ്ങൾ വാങ്ങിച്ചോ, ഏതാ ഈ മണ്ടൻ വീടും പറമ്പൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും മണ്ടനല്ല, ഒരു മണ്ടിയാണെന്ന് പറയും. ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ എടുത്ത് വീശുന്നുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് പറയുമ്പോൾ എടാ സച്ചി അത് ആധാരമാണ്, നീ അതവിടെ വെച്ചേന്ന് പറയാണ്. അങ്ങനെ സച്ചി ആ ആധാരം അവിടെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കാറൊക്കെ പോയി ചെറിയൊരു കേസൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി രക്ഷയില്ല, ഇനി കാറ് തിരിച്ച് കിട്ടിയോ പോലീസിനെ തിരിച്ചു കിട്ടി. പക്ഷേ പോലീസ് അത് കുറച്ച് പ്രശ്നമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പയറിങ് കൊടുത്തിരിക്കുകയാണ്. എനിക്കൊരു 2 മാസത്തേക്ക് ഇനി പൈസ അടയ്ക്കാൻ പറ്റൂല എന്ന് പറയാൻ കേട്ടോ. എടാ 2 മാസം പലിശ അടയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുപലിശയൊക്കെ വന്നിട്ട് അത് വലിയ പ്രശ്നമാകില്ലേ, എനിക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, ഒരു വരുമാന മാർഗ്ഗമില്ല, ഒരു ജോലിയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞാനൊരു കാറ് തരാം, നീ അത് ഓടിക്ക്, എനിക്ക് വാടക തന്നാൽ മതി, അപ്പം നിനക്ക് ഡ്യൂവും കെട്ടാലോ എന്ന് പറയും. ഏത് സാറിൻ്റെ കാറോ? എൻ്റെ കാറല്ലടാ, ഇവിടെ CC പിടിച്ചിട്ടിട്ടുള്ള കാറ് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ കീകൾ എടുത്ത് കൊടുക്കുകയാണ്. ഇത്രയും കാറൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് സച്ചി. എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള മോഡലിൽ കാർ എടുത്തോളം പറയുമ്പോൾ സച്ചി പറയും അതൊന്നും വേണ്ട, സാറ് തന്നെ ഒരു താക്കോലെടുത്ത് എനിക്ക് തായോ എന്ന് പറയും. അങ്ങനെ അതിൽ നിന്ന് ഒരു താക്കോലെടുത്തിട്ട് കൊടുക്കുകയാണ്. എന്നാ ഇത് പിടിച്ചോ, ഇനിയിപ്പോൾ നിനക്ക് ഡ്യൂ അടയ്ക്കാം, എനിക്ക് വാടക തരണതാ, വാടക കറക്റ്റായിട്ട് തരണട്ടോ, അതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി അവിടെ നിന്ന് പോകും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അലാറം അടിക്കുന്നുണ്ടെങ്കിൽ സച്ചി എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഫോൺ ഇങ്ങനെ കയ്യേത് വെച്ചെടുക്കുകയാണ്. എന്നിട്ട് നല്ല ആളാണ്, വെളുപ്പിന് ഓട്ടം പോകണമെന്ന് പറഞ്ഞാൽ കിടന്ന ആളാണ്, അലാറം റിങ് ചെയ്യണത് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുകയാണ് കേട്ടോ. എഴുന്നേൽക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിക്ക് രേവതി, ഞാനൊന്ന് ഉറങ്ങട്ടെ രേവതി എന്നൊക്കെ പറയാണ്. ഓട്ടം പോകാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ ശരിയാണ്, ഓട്ടം പോകാനുള്ളതാണ്, ദൈവമേ ഞാനത് മറന്നുപോയി. അപ്പോൾ രേവതി പറയുന്നുണ്ട് സാധാരണ ഓട്ടം പോകുമ്പോൾ മറക്കാറില്ലല്ലോ എന്ന് പറയാണ്. എന്തോ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചാടി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അയ്യേ കുളിക്കാതെയും പല്ലേക്കാതെയൊക്കെയാണോ ഓട്ടം പോകുന്നതെന്ന് ചോദിക്കും. അതെ അതൊന്നും സാരമില്ല, ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, സമയമൊക്കെ നല്ലോണം ഉണ്ട്, അതേ 6 മണിക്ക് എത്തണം എന്ന് പറയുമ്പോൾ 6 മണിയൊന്നും ആയിട്ടില്ല എന്ന് പറയും. 6 മണി ആയിട്ടില്ലേ, അതെന്താ നീ അലാറത്തിൻ്റെ ടൈം മാറ്റി വെച്ചോ? അത് ഞാൻ മാറ്റി വെച്ചു. എടി ഭയങ്കരി നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടാ, അതൊക്കെ ഞാൻ മാറ്റി വെച്ചത് തന്നെയാണ്, വേഗം പോയിട്ട് കുളിച്ച് പല്ലൊക്കെ തേച്ച് വായോ, വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇനി മുതൽ ജോലിക്ക് പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറയും എനിക്കതൊന്നും ശീലമില്ല, അതൊക്കെ ഇനി ശീലമാക്കിയാൽ മതി, ഇതിൻ്റെ പിന്നിൽ അച്ഛമ്മയും അച്ഛനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ ആ പാവങ്ങളെ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇതിൻ്റെ പിന്നിലെ ഞാൻ തന്നെയാണ്, അപ്പോൾ വിടാൻ പാവമില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിടാൻ പാവമില്ല എന്ന് തന്നെ രേവതി പറയും. എന്നിട്ട് രേവതി കുളിക്കാൻ പോകും, ഒരു ടവലെടുത്തിട്ട് സച്ചിക്കും കൊടുക്കും, വേഗം പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ മടിഞ്ഞ് നിൽക്കാൻ കേട്ടോ, ദൈവമേ നല്ല തണുപ്പുണ്ടാവും ഈ സമയത്ത് കുളിക്കാനായിട്ട്, ഇവളോട് പറയണ്ടായിരുന്നു ഓട്ടം പോകേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും കൂടി കുളിക്കാൻ പോകും. സച്ചി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് രേവതിനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെ കാത്തുനിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ വിളക്കൊക്കെ ഒന്ന് കത്തിക്കാൻ തുടങ്ങണം. എണ്ണൊക്കെ ഒഴിക്കുന്നുണ്ട്, ചന്ദനത്തിരി കത്തിച്ച് വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ, കുത്തി വെക്കാൻ നോക്കിയിട്ട് അത് തന്നെ പറ്റുന്നില്ല. ആ സമയത്ത് രേവതി അവിടേക്ക് വരികയാണ് കേട്ടോ. സാരിയൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ തോർത്തൊക്കെ കെട്ടി വെച്ച് വരുന്ന കണ്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാണ്. എന്നിട്ട് ഇങ്ങനെ സച്ചി കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആവുന്ന പണി ചെയ്താൽ പോലെ എന്നൊക്കെ സച്ചിയോട് രേവതി പറയുന്നുണ്ട്. അപ്പോൾ അതല്ല ഈ വേഷം നന്നായി ചേരുന്നുണ്ടെന്ന് പറയും കേട്ടോ. തലയിലായൊരു തോർത്തൊക്കെ കെട്ടി വെച്ചപ്പോൾ രേവതിയോട് ഭയങ്കര ഇഷ്ടം തോന്നാണ്. അപ്പോൾ രേവതി പറയും എന്ത് ചെയ്യാനാ, ഈ വേഷം വെച്ച് പുറത്തു പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. നീ വേഗം വിളക്കൊക്കെ കത്തിക്കിന്ന് പറയും. അങ്ങനെ വിളക്ക് നോക്കുമ്പോൾ വിളക്കിൽ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, തിരി ഒന്നും ഇട്ടിട്ടില്ല. ഇതിൽ തിരി എവിടെ? അയ്യോ അത് ഞാൻ മറന്നുപോയി, എനിക്കിതൊന്നും ശീലമില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ രേവതി വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്, അതിൻ്റെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ രേവതിനെ തന്നെ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി നോക്കുന്ന സമയത്ത് സച്ചി കണ്ണ് മാറ്റും, പക്ഷേ വീണ്ടും രേവതിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം ഇനി തൊഴുത് പ്രാർത്ഥിച്ചോളാൻ പറയും. അയ്യോ എനിക്ക് ഞാനെന്ത് പ്രാർത്ഥിക്കാനാണ്, എനിക്കും കൂടി വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചാൽ മതി, എനിക്കിതൊന്നും ശീലമില്ല, അതൊന്നും സാരമില്ല, പ്രാർത്ഥിക്ക് എന്ന് പറയും. അങ്ങനെ 2 പേരും കൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ച് 2 പേര് തൊഴുതു നിൽക്കുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടങ്കണ്ണിട്ട് രേവതിനെ നോക്കുകയാണ്. രേവതി നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ചിരി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.